ഈ ആഴ്ചയിലെ താര ഉറപ്പായും രാഹുൽ ഈശ്വർ തന്നെ. ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒറ്റ കേസിലൂടെ ധാരാളം ആളുകളുടെ പിന്തുണ നേടാനായി. രാഹുൽ ഈശ്വർ എക്കാലത്തും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുന്നയാൾ. അദ്ദേഹം ഒരിക്കലും ഇരയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളതായി കേട്ടിട്ടേയില്ല. അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് പൊളിറ്റിക്സ് അദ്ദേഹത്തിന് മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ കാരണമായി. അത് രാഹുൽ ഈശ്വറിൻ്റെ മികച്ച തന്ത്രങ്ങളിൽ ഒന്നായി തന്നെ കാണേണ്ടതാണ്. നടിയെ ആക്രമിച്ച കേസിൽ ഇതേ തന്ത്രം പയറ്റിയെങ്കിലും കുറച്ചുപേർക്കിടയിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനായി. ശേഷം നടൻ വിജയ് ബാബുവിൻ്റെ കേസ് മുതൽ ഇങ്ങോട്ട് ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് അദ്ദേഹത്തിന് അത്യാവശ്യം പേര് നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിത വിവാഹിതയാണ് എന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ നെഗറ്റീവ് ഇമേജിനെ ഒന്ന് ടേൺ ചെയ്തിട്ടുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന വെല്ലുവിളിയും അറസ്റ്റ് ചെയ്തപ്പോഴുള്ള നിലപാടും അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെയുള്ള ആത്മവിശ്വാസവും ശ്രദ്ധേയമാണ്. അദ്ദേഹം ജാമ്യം നേടി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വൻപിച്ച സ്വീകരണമാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. മാസ് ഡയലോഗുകളും നമുക്ക് കേൾക്കാം. നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് തന്നെ രാഹുൽ ഈശ്വറിനെ വിളിക്കാവുന്നതാണ്.